ഈ ചാപ്റ്ററില് നെക്സ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത് മോഡിനെ കുറിച്ചാണ്. സെൻട്രൽ ടെൻഡൻസിയില് അടുത്തത് മോഡാണ്. 9th ക്ലാസ്സിലൊക്കെ നമ്മൾ മോഡിനെ കുറിച്ച് പഠിച്ചതാണ്. മാക്സിമം ഒക്കറിംഗ് ഡേറ്റ, അതാണ് മോഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനിലാണെങ്കിൽ 2, 4, 6, 8, 10 ഇത് കുറച്ച് കുട്ടികളുടെ മാർക്കാണെന്നിരിക്കട്ടെ. ഒരു എക്സാമിന് സപ്പോസ് ഇംഗ്ലീഷ് എന്ന ഒരു പേപ്പറിന് കിട്ടിയ മാർക്കാണ് 2, 4, 6, 8, 10. ഇതില് ഇംഗ്ലീഷില് 2 മാർക്ക് കിട്ടിയ 6 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്. 4 ആണെങ്കിൽ 2, 6 മാർക്ക് കിട്ടിയ 10 ആൾക്കാരുണ്ട്. 8 കിട്ടിയത് 2, 10 കിട്ടിയ ഒരാൾ. ഇത്തരത്തിലൊരു ടേബിൾ ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മോഡ് കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം ഫ്രീക്വൻസി വരുന്ന ഒബ്സർവേഷൻ അതേതാണോ അതാണ് അവിടെയുള്ള മോഡ്. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആണ്. ആ 10 എന്നുള്ളത് 6 മാർക്കിനെ സൂചിപ്പിക്കുന്ന ഫ്രീക്വൻസിയാണ്. ദാറ്റ് മീൻസ് 6 മാർക്ക് കിട്ടിയ 10 സ്റ്റുഡൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള മോഡ് എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഡേറ്റ അല്ല നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഓരോ ക്ലാസ് ഇന്റർവെൽ വീതമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ 23 ആണ് ഇവിടെയുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ 35 to 45 ഏതാണ് കറക്റ്റ് ആയിട്ട് മോഡായി വരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരത്തിൽ എളുപ്പം കണ്ടുപിടിക്കുക സാധ്യമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രം മതി. അതിലുള്ള വേരിയബിൾസ് കൂടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. മോഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ബ്രാക്കറ്റ് ക്ലോസ് ഇൻറ്റു H. ഇതാണ് മോഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ മോഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനിലെ വേരിയബിൾസിനെ കുറിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ L എന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ് ആണ്. മോഡൽ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ മോഡൽ ക്ലാസ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് ഏതാണോ അതാണ് മോഡൽ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ 35 to 45 നമുക്ക് മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കാം. 35 to 45 ആണ് ഇവിടെയുള്ള മോഡൽ ക്ലാസ്. ബിക്കോസ് ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നിരിക്കുന്ന ക്ലാസ് അതാണ്. അങ്ങനെയാണെങ്കിൽ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോവർ ലിമിറ്റ് 35 ആണ്. ഇത് അപ്പർ ലിമിറ്റ് ആണ്, ഇത് ലോവർ ലിമിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് L is equal to 35 എന്ന് എഴുതാം. അടുത്ത് നമുക്ക് H കൺസിഡർ ചെയ്യാം. H എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം സൈസ് ഓഫ് ദ ക്ലാസ്. സൈസ് എന്ന് പറയുമ്പോൾ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള H എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് വിച്ച് ഈസ് 10. അപ്പോ ഈ ക്വസ്റ്റ്യനില് H എന്ന് പറയുന്നത് 10 ആണ്. അടുത്തത് നമുക്ക് F1 എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. F1 ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി, മോഡൽ ക്ലാസ് ആയിട്ട് നമ്മൾ 35, 45 കൺസിഡർ ചെയ്തത്. അതിന്റെ ഫ്രീക്വൻസി അതിനെയാണ് നമ്മൾ F1 എന്ന് പറയുന്നത്, which is 23. അടുത്തത് നമുക്ക് F0 പോകാം. F0 എന്നാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ദ മോഡൽ ക്ലാസ് ആണ്. അതിനെ എഴുതി വെക്കാം ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ദ മോഡൽ ക്ലാസ്. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോഡൽ ക്ലാസ് ഏതാണോ അതിന് തൊട്ട് മുൻപുള്ള ക്ലാസ് 25 to 35 അതിന്റെ ഫ്രീക്വൻസി അതിനെയാണ് നമ്മൾ F0 ആയി കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ F0 ഈസ് ഈക്വൽ ടു 21. അടുത്തത് F2 ആണ്. F2 ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിംഗ് ദ മോഡൽ ക്ലാസ്. അപ്പോ ഇതിലെ ഓരോ വേരിയബിൾസ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഞാനൊന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള F2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ് ഏതാണോ
അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന അല്ലെങ്കിൽ സക്സീഡ് ചെയ്തു വരുന്ന ക്ലാസ് ഏതാണോ അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ F2 ഇവിടെ 14 ആണ്. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ വാല്യൂസും നമ്മൾ എഴുതി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ഇതിനെ ഓർത്തു വെക്കാം. എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ നിന്നും നമ്മൾ മോഡൽ ക്ലാസ് സെലക്ട് ചെയ്തു. മോഡൽ ക്ലാസ് ഇതാണ്. ആ മോഡൽ ക്ലാസ്സിനെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെയുള്ള 23 ഇതാണ് ശരിക്കും F1. അപ്പൊ ഇത് F1 ആണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റിലുള്ളത് F0, റൈറ്റിലുള്ളത് F2. അപ്പോ F0, F1, F2. F1 മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള F1, F0, F2 ക്ലിയർ ആയി. L എന്ന് പറയുന്നത് ഏത് ക്ലാസ് ആണോ നമ്മൾ മോഡൽ ക്ലാസ് ആയി കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി. L എന്നുള്ളത് ലോവസ്റ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. മോഡൽ ക്ലാസിന്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി വിച്ച് ഈസ് 35, അതാണ് L. H എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ്, ക്ലാസിന്റെ വിഡ്ത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലാസിന്റെ സൈസ്, അതാണ് H. അപ്പൊ ക്ലാസിന്റെ സൈസ് കണ്ടുപിടിക്കാൻ അപ്പർ വാല്യൂവിൽ നിന്ന് ലോവർ വാല്യൂ മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L പ്ലസ് 35 പ്ലസ് F1 മൈനസ് F0. F1 23 ആണ്, മൈനസ് F0 21 ഡിവൈഡഡ് ബൈ 2F1, 2 into F1. അപ്പൊ 2 into 23 മൈനസ് F0 21 മൈനസ് F2 14 into H which is 10 into 10 is equal to 35 plus ബ്രാക്കറ്റിനുള്ളിലുള്ളത് കംപ്ലീറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 23 മൈനസ് 21 2 ആണ്, ഡിവൈഡഡ് ബൈ 2 into 23 46 മൈനസ് 21ഉം 14ഉം കൂടെ ആഡ് ചെയ്താൽ 35 എന്ന് കിട്ടും. ഇൻറ്റു 10 സിംപ്ലിഫൈ ചെയ്യുന്നു. 35 പ്ലസ് 2 by 46ൽ നിന്ന് 35 മൈനസ് ചെയ്താൽ 11 into 10 is equal to 35 plus 20 divided by 11 is equal to 35 plus 20യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20യെ നമുക്ക് 11 കൊണ്ട് കറക്റ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഡിവൈഡ് ചെയ്തെടുക്കുക. 1.8 അപ്രോക്സ് ആണ്. ഇവിടെ അപ്രോക്സ് എന്ന് എഴുതി വെക്കുക. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 36.8. ഇതാണ് ഈ ഒരു കേബിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റയുടെ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. മോഡ് ഈസ് ഈക്വൽ ടു 36.8 അപ്രോക്സ് എന്ന് കൂടി എഴുതി വെക്കുക. ബിക്കോസ് ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വസ്റ്റ്യൻ ആക്ച്വലി ഇങ്ങനെയായിരുന്നു. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഏജ് ഓഫ് പേഷ്യൻസ് admitted in a hospital during a year. Find the mode and mean of the data given above. Compare and interpret the two measure of central tendency. നമ്മൾ മോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ കാര്യങ്ങളും ഇക്വേഷനും വേരിയബിൾസും പറഞ്ഞു പോയത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാഞ്ഞത്. ഇവിടെ ക്വസ്റ്റ്യനിലെ മോഡും മീനും കണ്ടുപിടിക്കാൻ പറയുന്നു. അതിനുശേഷം രണ്ട് സെൻട്രൽ ടെൻഡൻസിയെയും കമ്പയർ ചെയ്യുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ മോഡ് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഈസ് 36.8 അപ്രോക്സിമേറ്റ് വാല്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീൻ ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് വാല്യൂ ഡിസ്കസ് ചെയ്യാം. അപ്പോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. ബിക്കോസ് അടുത്ത ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി കൂടി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ചാപ്റ്റർ വൈസും റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡൗട്ട് ഉള്ളവർ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നാൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന സെഷനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മീൻ കണ്ടുപിടിക്കുന്നതിലേക്ക് പോകാം. മീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ ക്ലാസ്സിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 5 15 15 25 25 35 35 45 45 55 55 65. ഇവിടെയുള്ള ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് വന്നിരിക്കുന്നു. 5 15 10 ആണ് ആഡ് ചെയ്തത്. 15 25 10 ആഡ് ചെയ്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആയി. ആ ഒരു രീതിയിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ മിഡ് വാല്യൂ ആണ്
10 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മിഡ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 15ന്റെയും 25ന്റെയും മിഡ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അടുത്ത വാല്യൂ 30, 40, 50 ആൻഡ് 60. ഇനി ഇവിടെ നമുക്ക് അസ്യൂംഡ് മീൻ ആയി 30യോ 40യോ കൺസിഡർ ചെയ്യാം. മിഡായി വരുന്നത് 30യും 40യും ആണ്. 1, 2, 3, 4, 5, 6 വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് 40യെ അസ്യൂംഡ് മീൻ ആയി കൺസിഡർ ചെയ്താൽ എഴുതി വെക്കാം. അസ്യൂംഡ് മീൻ A is equal to 40. അങ്ങനെയാണെങ്കിൽ ഇവിടെ ui കണ്ടുപിടിക്കാൻ xi മൈനസ് a എന്നുള്ളതിന് പകരം 40 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ h ആണ്. ഇവിടെയുള്ള ക്ലാസ് വിഡ്ത് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. അടുത്തതിൽ ഫ്രീക്വൻസി അത് നമുക്ക് ഈ ടേബിൾ നോക്കി എഴുതാം. 6, 11, 21, 23, 14 ആൻഡ് 5. ടോട്ടൽ നമ്പറിനെ നമുക്ക് ആഡ് ചെയ്താൽ സിഗ്മ fi എഴുതാം, വിച്ച് ഈസ് 80. അടുത്തതില് ui കണ്ടുപിടിക്കാം. xi ഫസ്റ്റ് xi 10 ആണ്. അതിൽ നിന്ന് 40 മൈനസ് ചെയ്താൽ മൈനസ് 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് മൈനസ് 3. 20 മൈനസ് 40 മൈനസ് 20 ആണ്. ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് മൈനസ് 2. 30 മൈനസ് 40 10 ആണ്. മൈനസ് 10 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് മൈനസ് 1. 40 മൈനസ് 40 0 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് 0. 50 മൈനസ് 40 വിച്ച് ഈസ് 10 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് 1. 60 മൈനസ് 40 20 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് 2. അടുത്ത കോളത്തില് FIUI എഴുതാം. 3 into 6 18 മൈനസ് ആണ്. 2 into 11 22 മൈനസ് വാല്യൂ. 1 into 21 21 മൈനസ് വാല്യൂ. 0 into 23 0. 1 into 14 14. 5 into 2 10. ഈ നമ്പറുകളെല്ലാം കൂടി ആഡ് ചെയ്ത് സിഗ്മ FIUI എഴുതാം. ടോട്ടൽ ചെയ്താൽ മൈനസ് 37 എന്ന വാല്യൂ കിട്ടും. അടുത്തതിലേക്ക് നമുക്ക് എഴുതാം. h കൂടി എഴുതാം. h ഇവിടെ 10 ആണെന്ന് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. മീൻ x bar is equal to a plus sigma FIUI divided by sigma FI into h is equal to assumed mean 40 ആണ് plus sigma FIUI minus 37 divided by FI sigma FI 80 into h which is 10. 0 0 cancel ചെയ്യാം. is equal to 40 minus plus into minus minus ആണ്. 37 by 8 is equal to 40 minus 37 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യാം. 1 into 8 8 ആണ്. upon 8 into 40 320 minus 37 is equal to 283 by 8 which is equal to 283 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ വിൽ ബി 35.375. രണ്ട് ഡെസിമലിന് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ 35.38 എന്ന് എഴുതാം. തേർഡ് നമ്പർ 5 മോർ ദാൻ 5 ആണെങ്കിൽ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. 7ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 38. അപ്പൊ 35.38 എന്ന ആൻസർ കിട്ടും. ഇത്രയും ഇയേഴ്സ് ആണ്. ബിക്കോസ് ഇവിടെ ഏജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. റൈറ്റിൽ തന്നിരിക്കുന്നത് ഏജ് ആണ്. നമ്മൾ മോഡ് കണ്ടുപിടിച്ചതിന്റെയും ആൻസർ ഇയേഴ്സിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. therefore required mean is equal to 35.38. ഇനി നമുക്ക് മോഡും മീനും തമ്മിൽ കമ്പയർ ചെയ്താൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. 36.8 35.38 0 സബ്ട്രാക്ട് ചെയ്താൽ 4.1. ഇവിടെ ഒരു 1.42ന്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമുക്കത് എഴുതി വെക്കാം. therefore there is a small difference of 1.42 between mode and mean. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ ക്ലാസ്സുകളും റെഗുലറായി തന്നെ കാണുക.